എക്സ്പ്രസ് ന്യൂട്ടൺ ഓടിച്ചു പോലും നോക്കാത്ത റിവ്യൂ ചെയ്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. അതിനൊറ്റ റീസൺ ഓവർ ഹൈപ്പാണ്. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ട് ഒരു ജെനുവിൻ റിവ്യൂ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഒഴിച്ച് എഞ്ചിൻ സ്മൂത്ത് ആണ്, വൈബ്രേഷൻ ഇല്ല, റിഫൈൻഡ് ആണ്. എഞ്ചിനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹൈവേസിലൊക്കെ നിങ്ങൾക്ക് ഒരു 95 സ്വീറ്റ് ക്രൂസ് കിട്ടും, ഒരു 120 ഒക്കെ ക്രൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് കംഫർട്ട് എന്ന് പറയുന്നത് 95 അത്യാവശ്യം നല്ല രീതിക്ക് ലോ ഇൻ ടോർക്കാണ്. അതുകൊണ്ട് 6th ഗിയറിലൊക്കെ നിങ്ങൾക്ക് 25-30 സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷേ ഓഫ് റോഡിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും. ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം വണ്ടിയുടെ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട്. ഒരു 200 സെഗ്മെന്റിൽ വരുന്ന ഹീറ്റിംഗ് അല്ല, അതിന് മേളിൽ വണ്ടിക്ക് അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട്. സോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹീറ്റിംഗ് ഇഷ്യൂ വന്നെന്ന് വരില്ല. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ സ്വിച്ചബിൾ എബിഎസ് ആണ്, പക്ഷേ ഒരു കാശിനും കൊള്ളത്തില്ല. നിങ്ങൾക്ക് ഓൺ റോഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഓഫ് റോഡിൽ വരുമ്പോൾ അത്ര എഫിഷ്യൻ്റ് അല്ല ബ്രേക്സ്. ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിങ്കേജ് ഇഷ്യൂ നമുക്ക് നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഓഫ് റോഡിങ്ങിലൊക്കെ ലിങ്കേജ് നല്ല രീതിയിൽ തട്ടുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടാങ്ക് ലോക്കിംഗ് ആണ്. ഇനി ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി കൗൾസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കുറവാണ്. നല്ല ബോഡി ഗേജ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഹെഡ്ലൈറ്റ് സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല. ഞാനെന്നല്ല വേറെ ഏത് ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ ഓടിച്ച് തന്നെ നോക്കണം. ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അതല്ല നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് ഓഫ് റോഡ് ചെയ്തേക്കുക.